അതിലേക്ക് പ്രധാന വാതിലൂടെ പുറത്തേക്ക് വരാം. സീക്രട്ട് ടാസ്ക് ഷാനവാസ് പൊളിച്ചടുക്കി നല്ല കിടുവായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഷാനവാസും അക്ബറും കൂടെ എല്ലാവരെയും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി ആദിലിനെ നോമിനേറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ആദിലേക്ക് എല്ലാവരോടും യാത്ര പറഞ്ഞ ശേഷം പ്രധാന വാതിൽ വഴി പുറത്തേക്ക് വരാമെന്ന്. അങ്ങനെ ആദിൽ എല്ലാവരോടും യാത്ര പറയുന്നു. യാത്ര പറയുമ്പോൾ വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. അക്ബറിനെ കെട്ടിപ്പിടിക്കുന്നു, നെവിനെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെല്ലാവരുടെ അടുത്ത് യാത്ര പറഞ്ഞ ശേഷം ഷാനവാസിൻ്റെ അടുത്ത് കൈ കൊടുക്കാൻ ചെല്ലുമ്പോൾ ഷാനവാസ് മാത്രം വിസമ്മതിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നൂറയും ആദിലും ക്യാരക്ടർ അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ പുറത്തേക്ക് പോകാൻ നേരത്ത് അവർ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമല്ലോ. അപ്പോൾ ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ എനിക്ക് ഷാനവാസ് നിൽക്കണ്ട, അങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് ഷാനവാസിനെ ഒഴിവാക്കുന്നു. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം ഗേറ്റ് തുറക്കുന്നു. അപ്പോൾ ഗേറ്റിൻ്റെ അപ്പുറം ചെന്ന് നിന്നപ്പോഴത്തേനും തിരികെ വരൂ ആദില എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞപ്പോഴും അവർക്ക് വിശ്വാസമായില്ല. അപ്പോൾ ബിഗ് ബോസിൻ്റെ അടുത്തേക്ക് വരൂ എന്നാണ് അവർ വിചാരിച്ചത്. അപ്പം തിരികെ വീണ്ടും ഗേറ്റിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ബിഗ് ബോസ് വീണ്ടും അനൗൺസ് ചെയ്തു ആദില തിരികെ വീട്ടിലേക്ക് വരൂ എന്നാണ് പറഞ്ഞതെന്ന്. ഇതൊരു പ്രാങ്ക് ആയിരുന്നു എന്ന് അപ്പോൾ അനൗൺസ് ചെയ്യുന്നു. അങ്ങനെ അപ്പോൾ തന്നെ അവർക്ക് വളരെയധികം സന്തോഷമായി. അവർ 3 പേരും കൂടെ അനുമോളും ആതിരയും നൂറയും കൂടെ കെട്ടിപ്പിടിക്കുന്നു. അത് കഴിഞ്ഞ് നേരെ ഓടി ചെന്ന് ഷാനവാസിനെ 2 പേരും പുറകിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ്മെൻറ്റും ഉണ്ടായിരുന്നു. ഷാനവാസ് ടാസ്ക് കിടുവായിട്ട് തന്നെ ചെയ്തു, ഒപ്പം കൂടെ നിന്നവരും കിടുവായിട്ട് ചെയ്തു എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. എന്തായാലും നല്ല അടിപൊളി ടാസ്ക് ആയിരുന്നു കേട്ടോ. കൂടുതൽ അപ്ഡേറ്റുമായി വീണ്ടും വരാം.